അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ കാണിക്കുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, www.dctclothing.store. നമ്മളിപ്പോൾ കാണുന്നത് ഷിഫിലി പാറ്റേണും അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും കൂടെ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 1629 റേഞ്ചിൽ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ. ഇതിൽ 4 കളേഴ്സ്. അതേപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഡിസൈനർ പാറ്റേണിൽ വന്നിരിക്കുന്നത് മസ്ലിൻ സിൽക്കും പ്യുവർ വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കും കൂടെ ചെയ്ത് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇത് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻറ്റഡ് പാറ്റേണിലാണ്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു മൗ ഷെയ്ഡാണ് വരുന്നത്. യോക്കിലോട്ട് വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക് കൊടുത്തിട്ട് അതിൽ മെഷീൻ എംബ്രോയിഡറി ഓഫ് വൈറ്റ് കളർ ത്രെഡിലും ചുറ്റും ക്രോഷ്യ ലേസ് വന്നിട്ടുണ്ട്. ബട്ടണൊക്കെ കവർ ചെയ്തിട്ട് ക്രോഷ്യ ബട്ടൺസ് ആണ് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെം ലൈനിലായിട്ട് ഇതുപോലെ ബോർഡർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഓർഗാൻസ ഫാബ്രിക് വെച്ചാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്, ക്രോഷ്യ ലേസിൻ്റെ വർക്കും കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിലോട്ടും ക്രോഷ്യ ലേസ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. നല്ല നീളവും വീതിയും ഉണ്ട്, ഫാബ്രിക് ഒരുപാടുണ്ട് ഇതിൽ. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഓർഗാൻസ വിസ്കോസ് ഓർഗാൻസയിലോട്ട് വന്നിരിക്കുന്നത്. അതും നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡിലേക്ക് എംബ്രോയിഡറി ക്രോഷ്യ ലേസിൻ്റെ കൂടെ വർക്കാണ് ഏറ്റവും എൻഡിൽ വരുന്നത്. പിന്നെ ചുറ്റും ക്രോഷ്യ ലേസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂണിലാണ്. ഇതിൽ തന്നെ നമുക്ക് ഒരു ഷെയ്ഡും കൂടി ഉള്ളത് മെഹന്തി ഗ്രീൻ ടോണിലോട്ടാണ് വന്നിരിക്കുന്നത്. അതേ പാറ്റേൺ സെയിം ഡിസൈനിൽ വരുന്നത്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലോട്ടും ഷിഫ്ലി ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫുള്ളായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് പാറ്റേൺ ആണ്. ഒരു ബോക്സ് ഡിസൈനിൽ ചെയ്തെടുത്തിരിക്കുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ആണ്. അതുപോലെ തന്നെ താഴെയായിട്ട് ഒരു ബോർഡറും വന്നിട്ടുണ്ട്. അതിൽ റണ്ണിങ് സ്റ്റിച്ചസും കൊടുത്തിട്ടുണ്ട്. പ്യുവർ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേണും താഴോട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും വന്നിട്ടുണ്ട്. ഇതും ബ്ലോക്ക് പ്രിൻ്റ് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. 1949 റേഞ്ചിലോട്ടാണ് ഈ സെറ്റുകൾ വരുന്നത്. ഇതിൽ മജന്ത ഷെയ്ഡാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. അതേ പാറ്റേണിൽ തന്നെ ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും. പിന്നെ ഒരു ലാസ്റ്റ് ഷെയ്ഡ് ഇതിൽ വരുന്നത് ഒരു ഡസ്റ്റി ഗോൾഡൻ യെല്ലോ കളറിലോട്ടാണ്. ദുപ്പട്ടയെല്ലാം അതേപോലെ തന്നെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേൺ വന്നിട്ട് താഴോട്ട് പ്രിൻ്റഡ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് നോർമൽ പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേണിൽ പ്രിൻസ് വന്നിട്ട് യോക്കിലേക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് റെഡിഷ് മെറൂൺ പ്രിൻസ് വന്നിട്ടുള്ള ഫാബ്രിക്കാണ് വെച്ചിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മിറർ വർക്കും വന്നിട്ടുണ്ട്. ചെറിയ ഫ്രഞ്ച് നോട്ട്സും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ചുറ്റും ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും സ്ട്രൈപ്ഡ് ആയിട്ട് തന്നെ വരും. ദുപ്പട്ട വരുമ്പോൾ ഷിഫോണിലാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻസ് ആണ് ദുപ്പട്ടയിലോട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള റെഡിഷ് മെറൂൺ കളറും വന്നിട്ട് ചുറ്റും ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന യോക്കിൽ കൊടുത്തിരിക്കുന്ന ഫാബ്രിക്കാണ്. ഇതിലേക്ക് അടുത്തത് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ്. സെയിം പാറ്റേൺ തന്നെ വന്നിട്ട് യോക്കിൽ ആ അതേ ഡിസൈനിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്കും. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ടോണിലോട്ട്, ബ്രൈറ്റ് ബ്ലൂ ആണ്. അതിലേക്ക് ആ മെറൂൺ കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്രൈറ്റ് റെഡിഷ് മെറൂൺ കളറിൽ. ഇതിലേക്ക് ബ്ലാക്ക് കളറിലുള്ള പ്രിൻറ്റുകളും അതേപോലെ ഹൈലൈറ്റിംഗ് എംബ്രോയിഡറി ത്രെഡ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ബ്ലാക്ക് കളറിലാണ്. ദുപ്പട്ടയിലേക്ക് ആ ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്.